സർ, ഈ ശബരിമല ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്താണ്. അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത്. അവിടെ ദർശനത്തിനെത്താൻ ഭക്തർ ഭയപ്പെടുന്നു, എനിക്കും ഭയമുണ്ട്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാനും ഭയപ്പെടുന്നു എന്നാണ്. എന്നാൽ ആരാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്താണ് സാർ ഈ ശബരിമല ഇങ്ങനെ ആരെങ്കിലും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നം ഉണ്ടാക്കുന്ന കേന്ദ്രമാണോ? എന്താണ് ഈ പറയുന്നത്? അവിടെ എന്തോ പുലിയും കടുവയും ഇറങ്ങുന്നതുകൊണ്ടാണോ ഭയം? അവരിറങ്ങും, അവരുടെ നാടാണ് അത്. അതുകൊണ്ടാണ് കേന്ദ്ര വനം വകുപ്പ് ഭൂമി കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ അങ്ങ് ചോദിക്കുന്നവരെ എടുത്ത് കൊടുക്കത്തില്ല. കടുവ സംരക്ഷണ കേന്ദ്രമാണത്. പിന്നെ അത് അത്ര ഇപ്പൊ പൊന്നമ്പലമേട് എന്ന് പറയുന്നത് അപാര ജീവികളൊക്കെ ഉള്ള ഇടമാണ്, ജൈവ വൈവിധ്യ മേഖലയാണ്. അയ്യോ, ഇത്രയും ജൈവ വൈവിധ്യ മേഖല വേറെ ഈ ഭൂമുഖത്ത് തന്നെ വേറെ ഒന്നും കാണില്ലെന്നാണ് ചിലർ പറയുന്നത്. അവിടെ മകരവിളക്ക് സമയത്ത് പോകുന്ന ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയുന്നത്. പിന്നെ ശബരിമല പേടി സ്വപ്നമാകാൻ എന്താ അയ്യപ്പൻ ആരെങ്കിലും പേടിപ്പിക്കുമോ? അയ്യപ്പൻ പേടിപ്പിക്കും, അധർമ്മികളെ അധർമ്മികളെ അങ്ങനെ ഭയപ്പെട്ടത് കൊണ്ടാണ് ഇപ്പം അയ്യപ്പ സംഗമം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത് ഒരാൾ. ഈ പമ്പാതീരം എന്ന് പറയുന്നത് പമ്പ സദ്യ, പമ്പ വിളക്ക്, ഇതും ഒക്കെ നടത്താനുള്ളതാണ്. അല്ലാതെ അവിടെ ഈ ഹൈടെക് അയ്യപ്പ സംഗമം നല്ലത് തന്നെ കേട്ടോ, ഞാനതിനെ എതിരല്ല. പക്ഷെ ഈ തരത്തിലുള്ള സംഗമം ആകരുത്. അയ്യപ്പ സംഘം അവിടെ വന്ന് ഭക്തർക്ക് ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു കൊടുക്കുക. ജർമ്മനോ യൂറോപ്യനോ ഒന്നും വേണമെന്നില്ല പന്തല്. സാധാരണ ഒരു പന്തൽ അങ്ങോട്ട് ഇടുക, അവർക്കൊരു വിരി വെക്കാനുള്ള കസേര ഒന്നും വേണ്ട. അവിടെ മണൽത്തിട്ടയാണ് വിരി വെച്ച് അവിടെ പുൽപ്പ വാങ്ങിച്ച് അങ്ങോട്ട് ഇടുക. വരുന്ന ഭക്തർ അവിടെ ഇരുന്നുകൊണ്ട്. ഈ വലിയ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോഴും തറയിലല്ലേ ഇരിക്കുന്നത് അവരുടെ സമ്മേളനം. AICC സമ്മേളനത്തിനെല്ലാം നിലത്തായി എന്ന് പറഞ്ഞതുപോലെ ഭക്തർക്ക് എത്ര ഹൈടെക് ആയിട്ട് വരുന്നവരാണെങ്കിൽ പോലും അവരെ അവിടെ അങ്ങ് ഇരുത്തിയാൽ മതിയല്ലോ. ഇതാണ് അവിടുത്തെ രീതി. ഇങ്ങനെ ഹൈടെക് ആക്കുന്നവര് ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശബരിമലയിലേക്ക് മാറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംശയമുണ്ട്, കുറെ കാലം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള വ്യവസായികളെല്ലാം കൂടി വന്നിട്ട് പമ്പയിൽ നിന്ന് പരമ്പരാഗത വഴിയായ നീലിമലയും അപ്പാച്ചിമേടും ഒക്കെ അവരിടിച്ചു നിരത്തി ചെറിയ വാഹനങ്ങൾ കയറ്റി വിടുന്ന രീതിയിലേക്ക് മാറ്റുമോന്ന്. പുതിയ ടെക്നോളജി അനുസരിച്ച് മാറ്റാനായിട്ട് അധികം ദിവസമൊന്നും വേണ്ട. ഇപ്പൊ തന്നെ അത്യാവശ്യത്തിന് ഈ ട്രാക്ടർ ഒരു വഴി കൂടെ പോകുന്നുണ്ട്. ആഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുന്നുകൾ അവർക്ക് ഇടിക്കാം. അത് കൈവെക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കേട്ടോ. നമുക്കത് കാണേണ്ടി വരുമോ എന്നുള്ളത്. ഓർക്കുന്നുണ്ടോ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ ശബരിമല ദർശനം നടത്താൻ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ പോയി. പണി അവിടെ തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പ്, 80കൾ, അതിനൊക്കെ മുമ്പ് 80കൾ കൂട്ടാം. വലിയ പ്രക്ഷോഭം ഉണ്ടായി അവിടെ. പരിസ്ഥിതി പ്രവർത്തകർ വലിയ പ്രതിഷേധം അത് അവസാനം പിൻവലിച്ചു. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന VV ഗിരി ശബരിമലയ്ക്ക് പോയല്ലോ, അദ്ദേഹം നടന്നു കയറി. ഡോളിയൊക്കെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ മകന് ഇടയ്ക്ക് എവിടെ വെച്ച് മാത്രം കയറി എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വരാനായിട്ട് താല്പര്യം കാണിച്ചു. ഇവിടുന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സുരക്ഷാ സംവിധാനങ്ങളിൽ തൃപ്തരല്ല. കാരണം ഇതൊരു വലിയ വനത്തിനകത്തൂടെയാണ് പോകുന്നത്. പാതയൊക്കെ ഉണ്ട്, പുതിയ രീതിയിലൊക്കെ ഉണ്ട്. ശബരിമല പേടി സ്വപ്നമാണ് എന്ന് പ്രശാന്ത് പറഞ്ഞതിന്റെ പിന്നിൽ ഇപ്പൊ ഈ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിന്റെ പേരിലാണ്. കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ സന്നിധാനത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പണികൾ ഉണ്ടായാൽ അവിടെ വെച്ച് ചെയ്യണം, അങ്ങോട്ടേക്ക് പോകണം. ഈ ശബരിമലയിൽ നമ്മൾ ഇന്ന് കാണുന്ന അയ്യപ്പ പ്രതിഷ്ഠയുണ്ടല്ലോ, ശബരിമല തീവെപ്പിന് ശേഷം പുതിയ പ്രതിഷ്ഠ നടന്നു. ഇടവമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ്. ഇതിന്റെ അയ്യപ്പന്റെ ഒരു പ്രതിഷ്ഠയുടെ രൂപം, ചിത്രം കവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് കൊണ്ടുപോയത്. അത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേകം ഒരു ഇടം ഉണ്ടാക്കിയിട്ട് തട്ടാവള കുടുംബമാണ്
അത് ഈ ചെയ്തു. ശില്പം നിർമ്മിച്ചത്. ഒരു പുരുഷോത്തമ അങ്ങനെ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു വലിയൊരു ടീമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് വിഗ്രഹം നിർമ്മിച്ചത്. അത് വലിയ ഇതായിരുന്നല്ലോ, പണിയായിരുന്നത്. ഇപ്പൊ നോക്കി, ഈ സമീപകാലത്താണ് ഈ കൊടിമരം ഒരെണ്ണം മാറിയത്. പഴയ കൊടിമരത്തിന് ജീർണത ഉണ്ടെന്ന് കണ്ടപ്പോൾ അത് മാറ്റി. അച്ചൻകോവിൽ വനത്തിൽ നിന്ന്, അതായത് കോന്നി ഭാഗത്ത് നിന്ന്, അച്ചൻകോവിലിന്റെ ഇത് ആ റേഞ്ചിൽ വരുന്നതാണ്, അവിടെ നിന്ന് ഈ തേക്ക് തടി തൊടാതെ മുറിച്ചെടുത്ത് പമ്പയിൽ കൊണ്ടുവന്ന് അത് അതിന്റെ ഇതിലൊക്കെ ഇട്ട് എണ്ണയിലൊക്കെ എണ്ണത്തോണിയിലിട്ട് അതിനെ ജലാധിവാസം ചെയ്ത് എണ്ണത്തോണിയിലിട്ട് അതിനങ്ങനെ ഒരുപാട് ക്രിയകളുണ്ട് അതിന്. അതെല്ലാം കഴിഞ്ഞും നിലം തൊടാതാണ് ഭക്തരങ്ങ്. എന്നാ പിന്നെ അവിടെ വെച്ച് തന്നെ ഈ സ്വർണ്ണ ഇത് ഓരോ പറകളും അങ്ങ് നിറച്ചോണ്ട് അത് ചെയ്തില്ല. അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ടാണ് പറ ഇറക്കിയിട്ട് അതിൽ സ്വർണം പൂശി വലിയ ചടങ്ങല്ലായിരുന്നു. അച്ചൻകോവിൽ വനത്തിൽ ഏത് ദിശയിലേക്കാണോ അത് നിന്നത് അതേ ദിശയിലാണ് ശബരിമലയിൽ നിൽക്കുന്നത്. കാരണം ക്ഷേത്രത്തിന്റെ നട്ടല്ലാണ് കൊടിമരം എന്ന് പറയുന്നത്. അങ്ങനെ നട്ടൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിവർന്നു കിടക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് നിവർമ്മമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഇപ്പൊ ഈ കൊടിമരത്തിന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു അറ്റകുറ്റ പണികൾ വന്നാൽ ഇതിന്റെ വിദഗ്ധര് അതിൻ്റെതായ ശബരിമലയിൽ പോകുന്നതിൻ്റെതായ വ്രതമെടുത്തു വന്ന് അത്തരത്തിൽ വളരെ പരിശുദ്ധിയോടുകൂടി അവിടെ നിന്നായിരിക്കും പണി ചെയ്യുന്നത്. തീർത്ഥാടന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പണികളും ഉണ്ടാകത്തില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസപൂജ എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിർത്തി. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി 25 ദിവസം വെച്ചാണ് പണികൾ ഇങ്ങനെ തീർത്തു പോകുന്നത്. അവിടെ നട അടച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ, ഇലക്ട്രിസിറ്റി, പോലീസ് എല്ലാം അതിലൊക്കെ പിന്നെ അംഗസംഖ്യയുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ പണിക്കാരൊക്കെ അവിടെ ഉണ്ട്, ധാരാളം ഉണ്ട് അവിടെ. പമ്പയിൽ പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷനും ഒക്കെ പ്രവർത്തിക്കുകയാണ്. എല്ലാ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന് വണ്ടികൾ അവിടെ വരുന്നുണ്ട്. പിൻകോഡുണ്ട് അയ്യപ്പന്. പിന്നെ പ്രത്യേകമായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിക്കും പിന്നെ അയ്യപ്പനുമേ ഉള്ളൂ പ്രത്യേക പിൻകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദേവസ്വം ബോർഡിന് ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചതാണ്. ആ പണിക്കാർ ഇവിടെ വന്നാൽ മതി സന്നിധാനം. അതിന് ഇദ്ദേഹം പറയുന്ന ഒരു ന്യായം, പാരമ്പര്യമായിട്ട് ഈ സ്വർണം പൂശുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, പ്ലേറ്റിംഗ് ആണ്. ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് പോലെ അത് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ സാധിക്കില്ല. അത് ആ കമ്പനിയിൽ കൊണ്ടുപോയാൽ, അവരുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ്. സത്യത്തിൽ ഈ ക്ഷേത്ര ആചാരങ്ങൾക്കും താന്ത്രികമായ നിയമങ്ങൾക്കും എതിരാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നത്. അതേസമയം അവർക്ക് ക്ഷേത്രത്തിൽ വന്ന് അവിടെ ഇരുന്ന് തന്ത്രിയുടെ അനുജ്ഞ വാങ്ങി, ദേവഹിതം നോക്കി തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയിട്ട് ഇത് ചെയ്യാം. പക്ഷെ ആ ഇതിൽ നിന്ന് മാറി, പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ രീതിയിലേക്ക് പോകാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. ഈ നമ്മൾ ഇന്ന് കാണുന്ന 18-ാം പടി സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്, അതെ, അതിനു മുമ്പ് എന്തായിരുന്നെന്ന് പ്രശാന്തിന് അറിയാം. കൃഷ്ണശിലയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം 18-ാം പടിക്ക് തേയ്മാനം സംഭവിച്ചു. കാരണം ലക്ഷക്കണക്കിന് ഭക്തർ പണ്ട് അതിലാണ് തേങ്ങ അടിക്കുന്നു. അപ്പൊ അതിന് പടി പൊട്ടുമായിരുന്നു, തേയ്മാനം സംഭവിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് സ്വർണം പൂശാൻ ഇത് സ്വർണം പൂശിയത്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ടല്ലേ, ഇവിടെ കൊണ്ടുവരുമല്ലായിരുന്നു എല്ലാം ചെയ്തത്. അത് തമിഴ്നാട്ടിലുള്ള ഒരു ഭക്തന്റെ വഴിപാട് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് എന്തെല്ലാം വർക്കുകളാണുള്ളത്. ഇപ്പോഴാണ് പൊന്ന് 18-ാം പടിയെ എന്നാണ് ഭക്തർ വിളിക്കുന്നത്. പൊന്നായി എന്നുള്ളതാണ്. അതെ, പണ്ട് പൊന്ന് ഭക്തിയിലാണ് പൊന്ന്. അപ്പൊ അങ്ങനെ ഇത് ഇവിടെ വരുത്താമായിരുന്നു. ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ ഇതിനകത്ത് ഒരു പരിഷ്കാരം വരുത്തി വെച്ച അത് കോടതി ചോദ്യം ചെയ്തു കൃത്യമായിട്ട്. ദേവസ്വം ബെഞ്ച് എന്നെ അറിയിക്കാതെ ഇത് കൊണ്ടുപോയത് എന്തിനാണ്? പിന്നെ രേഖകളും കണക്കുകളും ഹാജരാക്കാൻ പറയുന്നത് ഇത് പേടി സ്വപ്നമാണ്. ഇപ്പൊ പണ്ട് ശബരിമല തീർത്ഥാടന കാലത്ത് വൃശ്ചികം, ധനു, മകരമാസത്തിൽ മാത്രമേ ശബരിമലയെ കുറിച്ച് എല്ലാവർക്കും അറിവും കേൾക്കുന്നതുള്ളൂ. ഇന്ന് ശബരിമല കേരള രാഷ്ട്രീയത്തില് സജീവ ഘടകമായി ചർച്ചയായി മാറുകയാണ് ശബരിമല എന്നുള്ളത്. ആയിക്കൊള്ളട്ടെ, ശബരിമലയിലെ ഒരു വിവാദവും അയ്യപ്പന് ദോഷം ചെയ്യത്തില്ല. എല്ലാ വിവാദങ്ങളെയും അതിജീവിച്ചിട്ടുള്ള ചരിത്രമേ ശബരിമലയ്ക്കും അയ്യപ്പനും ഉള്ളൂ. ഈ വിവാദങ്ങളെയൊക്കെ അതിജീവിച്ച് അയ്യപ്പൻ അവിടെ പിന്നെ എന്താണ് താപസ വേഷധാരിയായിട്ട് അവിടെ
കഴിയും. അദ്ദേഹം പിന്നെ യോഗ നിദ്രയിലാണ്. ആദിത്യ ബാല ബ്രഹ്മചാരി. അതെ, ആ നിദ്രയിൽ നിന്ന് ആര് വിചാരിച്ചാലും ഉണർത്താൻ പറ്റത്തില്ല. അതിൻ്റെതായ രീതി അനുസരിച്ച് മാത്രം. പ്രശാന്തിനൊരു പേടി സ്വപ്നമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, ഈ വിവാദങ്ങളൊക്കെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാവും. വരുന്നത് കൊണ്ട് മാത്രമുള്ള സമ്മർദ്ദം. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആർക്കിരുന്നാലും അതൊക്കെ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്.